എന്നതാടാ ഒരു എന്റെ സമയത്താണ്. വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളെ മാവാറ്റ രാവിലെ മുതൽ തന്നെ കൊച്ചുകട്ട കലിപ്പല്ലേ. എന്താണ് ക്യാമറ ഹാൻഡി ഇത് ക്യാമറ പിടിക്കാനായിട്ട് പൊട്ട ക്യാമറമാനാണ്. പിടി വായുവിൽ കൊടുത്തു. എന്റെ വായു അറിയോ? എന്റെ ജലം വായു പഞ്ചഭൂതങ്ങൾ വാവാറ്റിയാണ്. പിടിക്കൂ. കണ്ടില്ലേ, കുറ്റെല്ലാം പറയുകയും ചെയ്തു. കാര്യം കാണാൻ മതി. ഗായ്സ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീടിന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സ്റ്റിക്കായി. ഇതെന്താ ക്യാമറ എന്താ കാണിച്ചോണ്ടിരിക്കുന്നത്? ഡ്രസ് റെഡി ആക്കണ്ട എനിക്ക്. എന്നൊരു കാര്യം ചെയ്യാം, അങ്ങനെയൊക്കെ ഡ്രസ്സ് റെഡി ആക്കിക്കൊണ്ട് അവിടെ ഇരുന്നു. അങ്ങനെ എടുക്കണ്ട, ഞാൻ എടുത്തോളൂ. ശരി. അങ്ങനെ പറയുമ്പോഴേക്ക് പിണങ്ങല്ലേ, അങ്ങനെ പിണങ്ങാൻ പാടില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ വീടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞങ്ങൾ തൂമ്പയും നമ്മളെ കൊട്ടയൊക്കെ വാക്കത്തേക്കായിട്ട് പോകുമ്പോൾ എന്തോ കാര്യമായിട്ടുള്ള പഞ്ചായത്ത് പണിക്കാന്നായിരിക്കും. അതെ, പഞ്ചായത്ത് പണിയൊന്നുമില്ല ഗൈസ്. നമ്മൾ മഞ്ഞൾ പറിക്കാൻ പോവാണ് അല്ലേ? എന്ത് മഞ്ഞള്? വയനാടൻ മഞ്ഞൾ. അറിയില്ലേ? നല്ല ഒന്നാം തരം വയനാടൻ മഞ്ഞളാണ് നമ്മൾ പറിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്തൊക്കെ ഉള്ളത് നമ്മളെല്ലാം പറിച്ചു. ഇനിയിപ്പോൾ താഴെ കുറച്ചുണ്ട്. അപ്പോൾ അതിൻ്റെ തണ്ട് മാഞ്ഞു പോകുന്നതിന് മുമ്പ് പറിച്ചില്ലെങ്കിൽ പിന്നെ അത് ഫുള്ള് മണിൻ്റെ അടിക്കുന്ന ചീത്തയായി പോയിട്ട് പിന്നെ അടുത്ത പുതിയത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമുക്കെല്ലാം പോയി പറിച്ച് കൊണ്ടുവരണം. അപ്പോൾ നോക്ക്, നമ്മൾ ഈ ഇവിടെ വലിയൊരു എന്താണ് ഉറുമ്പിൻ്റെ കൂട് അല്ലേ നമ്മൾ ഉണ്ടാക്കുന്ന കണ്ടു. ഞാൻ ഇവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കത് മുഴുവനും മഴയൊക്കെ പെയ്തിട്ട് മുഴുവനും പോയിട്ടോ. ഉറുമ്പുകൾ പക്ഷെ ഇതിലെ കൂടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, താഴേക്ക് ശല്യം ചെയ്യാൻ കുഞ്ഞിട്ടിനെ കഴിഞ്ഞാൽ ഒരാളുള്ളൂ. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ചേൻ്റെ പൂക്കലുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പേന കൊല്ലുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് പച്ചേനെ നമുക്ക് കൊന്നു കളയാം. അപ്പം അത് കണ്ടോ, കമ്മ്യൂണിസ്റ്റ് പച്ചേൻ്റെ പൂക്കൾ ഒരുപാടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ വന്നിട്ട് മനസ്സിലായി. ഇത് ഇവിടെ വന്നിട്ട് കണ്ടോ കണ്ടോ കണ്ടോ, ശരിക്കും നമ്മൾ ഈ പേനിനെ കൊല്ലുന്ന പോലത്തെ സൗണ്ടാണ് കേട്ടോ ഗൈസ്. കണ്ടോ, നിങ്ങൾ ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അത് എങ്ങനത്തെയാണെന്ന് അറിയാം നമ്മൾ ഇങ്ങനെ പൊട്ടിക്കേണ്ടത്. അധികം മുഴുവനായിട്ടും ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വാ. വിരിയാത്തത് ഇത് കണ്ടോ, ഇത് നോക്ക്. അപ്പോൾ ഇത് കണ്ടോ, ഇതിനകത്ത് ഇതിൻ്റെ മുട്ടുകളൊക്കെ കാണുന്നുണ്ട്, കണ്ടില്ലേ? ഇങ്ങനെ മുട്ടുകളായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് അതാ. ആ കേട്ടോ, ഇല്ല കേൾക്കുന്നുണ്ടോ? ആറ്റൊക്കെ ചെവിയില്ല, പൊട്ടാ. കണ്ടോ ഗൈസ്, വാവ്, അടിപൊളി അല്ലേ വാവാച്ചി? അപ്പോൾ നമുക്ക് കൊട്ടയൊക്കെ എടുത്തിട്ട് പേനയൊക്കെ കൊന്ന് വാവാച്ചിനെ ഇടയ്ക്ക് ഒരു ഇടിയൊക്കെ കൊടുത്ത് നമുക്ക് നമ്മൾ താഴെയാണ് കേട്ടോ പൂനെ. താഴേക്ക് പോവാ. എൻ്റെ ഗ്യാസേ കാടാണ്, മുഴുവനും കാടാണ് അല്ലേ ബാബാജി? യെസ്, ഫുള്ള് കണ്ട്. ഇപ്പം ഈ ടൈമിലാണ് നമ്മുടെ പുല്ലിന് അരി പൂക്കുന്നുണ്ട്, ഒരുപാട് അരി. പുല്ലരി ഇതൊക്കെ മേത്തായി കഴിഞ്ഞോണ്ടല്ലോ, മേത്തായിട്ട് വലിയണം. അപ്പോഴാണ് ഇനിയിപ്പോൾ ഈ മുണ്ടിൻ്റെ കാര്യം തീരുമാനമാവും കേട്ടോ. നിറച്ച് പുല്ലിൻ്റെ ക്യാടാണ്, പുൽക്കാട്, പുല്ലിൻ്റെ ക്യാട് ഉണ്ടോ, ഭയങ്കര പുല്ലുകാടാണേ. ചൊറിയുന്നുണ്ട് കേട്ടോ കൂടെ. അമ്മേ ഇപ്പൊ ഞാൻ വീണേ. താഴേക്ക് നടക്കാട്ടോ, അയ്യോ ഗായ്സ്. ഇപ്പൊ നമ്മള് പറമ്പിലേക്കൊന്നും ഇപ്പൊ അങ്ങനെ ഇറങ്ങാറില്ലാത്തതുകൊണ്ട് തന്നെ മോസ്റ്റ് ആയിട്ട് ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര ഒരു പ്യാടി വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ഇവിടെ പനമരം ഒരു കടുവ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനവാസ മേഖലയിലേക്ക് വന്നുകൊണ്ട് തന്നെ എല്ലാവർക്കും പേടി. അവിടെ സ്കൂളുകൾക്കൊന്നും ക്ലാസ്സും ഇല്ല, അത് കാട്ടിലേക്ക് കയറി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇത്രമാത്രം ദൂരമൊന്നുമില്ല നമ്മുടെ ഇങ്ങോട്ടേക്ക്. അതെ, ഇവിടെ പിന്നെ ഓൾറെഡി ഉണ്ടെന്നാണ് പറച്ചിലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ പിന്നെ നമ്മുടെ വെള്ളിമലയിലെ മോസ്റ്റ് ആയിട്ട് രാത്രിക്ക് കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ഓർക്കും, ഇവിടെ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ വന്നില്ലേ,
കടുവ ഉണ്ടായിരുന്നു ഓർക്കുമ്പോൾ ഒരു പേടി. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ ഒരു പേടിയില്ല കേട്ടോ. അതെ, കണ്ടു കഴിഞ്ഞൊന്നുമില്ല. കടുവ വീട്ടിൽ പോകുന്നു പറഞ്ഞാൽ മതി, പൊക്കോളും. കടുവയ്ക്ക് ഇതിന് മാത്രം വലിയ കാടൊന്നും വേണ്ടല്ലോ. എനിക്ക് ശരിക്കും ഇച്ചിരി കാട് മതി, അതിനുള്ളിൽ ഇങ്ങനെ ഒളിച്ചിരിക്കും, അതുകൊണ്ട് ഇങ്ങനെ വരും. വിശക്കുമ്പോ മാത്രം കേട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വരുന്നത്. അതന്നെ, അല്ലാതെ കണ്ടപാടെ ഓടും കേട്ടോ. ഞാൻ ഇങ്ങനെ ടി വി കണ്ടു, അത് ഓടുന്ന നല്ല രസമുണ്ട് കാണാൻ. നമ്മുടെ വീട്ടിലെ അപ്പൂനെയും പോലെ തോന്നുന്നു. പൂച്ചപ്പിള്ളേരെക്കാട്ട് ഇച്ചിരി വലുതെന്നല്ലോ. പൂച്ചകളെ വലുതാക്കാൻ പറ്റുമായിരുന്നു, എന്ത് രസമായിരുന്നു. ഞാൻ അവരുടെ പുറത്ത് കയറിയ സ്കൂളിൽ പോയാന് എല്ലാവരും പറയും അയ്യോ കടവ് പുറത്ത് വരുന്നുണ്ട്, അയ്യപ്പം വന്ന പോലെ പറയും. അവിടേക്ക് ഒരു തല്ല് മതി. പന്തം കൈ മോസ്റ്റ് ആണ് കൈ. എനിക്ക് ഞരമ്പുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് അപ്പൂൻ്റെയും കുഞ്ചൂസിൻ്റെയും ആലിസിൻ്റെ ഒക്കെ പന്തം കൈ കാണുമ്പോഴാണ് എനിക്ക് ആണോ, എനിക്ക് പലതും കാണുമ്പോൾ ഉണ്ട്, ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ ചെടി മോസ്റ്റ് ആണെന്ന്. കാരണം ഇത് ഇലമുളച്ചിയാണ് നമ്മൾ പറയാം കേട്ടോ. ഇത് ഒരു സ്ഥലത്ത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ മോസ്റ്റ് ആയ പറമ്പ് ഇതങ്ങ് എടുക്കും. ഞാൻ ഇങ്ങനെ എടുക്കുക. എന്തോ മുറങ്ങിയതില്ലേ കേട്ടെ, എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുവാണോ? അടി കിട്ടും കേട്ടോ. ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ മഞ്ഞൾ പറിക്കാന്ന് പറഞ്ഞോണ്ട് വന്നു. ഇത് കണ്ടോ ഗൈസ്, ഇത് നമ്മുടെ ഈ വള്ളി കണ്ടോ, എങ്ങോട്ടാ ഈ വള്ളിയിൽ നിന്ന് ചെന്നൈ പൂക്കൾ പോകുന്നിതാ പറഞ്ഞമ്മേ. ഇങ്ങനെ വീഴാൻ പോവും. കാലിൽ ചുറ്റി പിടിച്ചിട്ടില്ലേ, കാല് ചുറ്റി പിടിച്ച് നമ്മളെ വീഴിക്കുന്ന സാധനമാണ് ഈ ചെടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ചെടിയെ കുഞ്ഞേട്ടി നിന്റെ വിരല് വിഴിപ്പുണ്ട്. എടുക്കുന്നു. നിങ്ങൾ ഒരു ദിവസം വന്ന് നിന്നിട്ട് ക്യാമറമാനായി നിന്ന് നോക്ക്, അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടെന്ന്. നമ്മുടെ വീടിന്റെ അടുത്തുള്ള ചേട്ടാട്ടോ. മനസ്സിലായല്ലോ ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഉച്ചയ്ക്ക് എന്തായിരുന്നു കറി? മോസ്റ്റ് കറി ഉണ്ടായിരുന്നു, മമ്മ വെച്ച് കറി. എനിക്ക് കറി തിന്നാനുണ്ടായിരുന്നു, പക്ഷെ ഇച്ചിരി. എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ? അയ്യോ എന്റെ കാലിന് എന്തോ പറ്റി. എന്റെ കാലിന് എന്തോ പറ്റി, കാലിന്റെ ജോയിന്റിന് എന്തോ പറ്റി. നമ്മുടെ നഖത്തിന്റെ ഇടയ്ക്കൊക്കെ ഈ പുല്ലൊക്കെ ഇങ്ങനെ കയറുമ്പം ഭയങ്കര നമുക്ക് വേദന ആയിരിക്കും കേട്ടോ. എന്റെ കാലിന് എന്താ പറ്റിയെന്നൊക്കെ പറയുന്നുണ്ട്. സോക്സ് ഇട്ടാണ് പൊട്ടനെ ഇറങ്ങുള്ളൂ. കാട്ടിൽ സോക്സ് ഇട്ട് ഇറങ്ങുന്ന മഹത് വ്യക്തി ആര്? നമ്മുടെ വ്യാപാറ്റ. ആരാണ്? വ്യാപാറ്റ. ഗൈസ്, അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടോ പങ്കൻ എവിടെ പോയില്ലേ? യെസ് ഗൈസ്, പങ്കൻ നമുക്ക് പങ്കൻ എക്സാം എഴുതാൻ പോയിട്ടോ. കൊച്ചിന് എക്സാം എഴുതാതെ പറ്റില്ല, ഫ്രണ്ട്സിനെ കാണാതിരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരേ പറച്ചിൽ തന്നെ. പിന്നെ നമ്മളതിന് നിന്നൊന്നുമില്ല. അതന്നെ പക്ഷെ നഖം മടക്കല്ലേ, കാലമാടാ നഖം മടക്കി എൻ്റെ കയ്യില്. ദൈവമേ, ഇതുകൊണ്ട് അതൊക്കെ നമ്മുടെ മേത്ത് പിടിക്കാൻ വേണ്ടി നിൽക്കുക. കാട് ഫുള്ള് ഗായ്സ് വഴിക്കേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. റോസ് എന്താണ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഇതിന്റെ മഞ്ഞള് അവിടെ ഉണ്ടോ? ഇതിന് അയ്യോ മഞ്ഞൾ അവിടെ ഉണ്ടോ? വഴിക്കേക്കാണ് ഗായ്സ് എല്ലാം ഉള്ളത്. പല പ്രശ്നം. ഇത് വെച്ചൊരു ഒറ്റയടി തന്നുണ്ടല്ലോ അവിടെ കിടക്കും. ഓടുന്നതിനെ കാണുമ്പോ ഞാനൊന്നും കൊലയിലെ പെണ്ണാരെ കെട്ടിപ്പിടിച്ച ഇതിൽ നല്ലറിയോ ആ പാത്തിന് താഴേക്ക് ഒന്നിരുന്നായിരുന്നു. മൂക്കിനൊക്കെ എന്താ പൊട്ടിയില്ലോ. ഓക്കെ ഗൈസ്, നമുക്ക് മമ്മ ഇനി എന്ത് ചെയ്യും ഒരു ഐഡിയ കിട്ടുന്നില്ല. കണ്ടോ മമ്മ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന നിമിഷം. അമ്മ ഒന്ന് തിരിഞ്ഞു നോക്ക് ഇങ്ങോട്ട്. അവസ്ഥയാണോ? എന്നാ പോന്നാ. ഇത് കണ്ടോ നമ്മുടെ ഉറവയാണേ, ഉറവ. ഇതുണ്ടോ ഗൈസ്,
മോസ്റ്റോട് ഉറവ നല്ല വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഇനി ഒന്ന് സൂം ചെയ്യാട്ടോ. ഞാൻ ഇങ്ങനെ ചവിട്ട് ഇതുണ്ടോ വാവാറ്റി, കണ്ടോ ഗൈസ്? എന്നെ ചവിട്ടി തൊഴിച്ചിടാനാണ് വാവാറ്റിയുടെ പ്ലാൻ. അപ്പൊ എങ്ങനെയും ആ കാട്ടിക്കൂടെ നടന്നു പോട്ടെ കേട്ടോ. ഞാൻ എങ്ങനെ വരും? ക്യാമറ തന്നത് പോക്കങ്ങ് പോയാൽ മതിയല്ലോ, ഞാൻ വരേണ്ട കാര്യം അറിയണ്ട. ഞാൻ ഗദ്ഗതല്ലോ. എന്തെന്നാ ഈ അവസ്ഥക്ക് പറയേണ്ടത് ഗൈസ്? ഞാൻ മോസ്റ്റ് അവസ്ഥയിലാണ്. ഇല്ല, ബാഹുബലിനകത്ത് കുഞ്ഞാവനെ ഇങ്ങനെ പൊക്കി പിടിക്കില്ലേ, ഞാൻ വീണാലും ക്യാമറ അങ്ങനെ ഉണ്ടാവും, പേടിക്കണ്ട. ആരെത്തിന്ന്? ഞാൻ എത്തിയിട്ടില്ല. അതോ നഖം പൊട്ടിയോ? നോക്കട്ടെ ഗൈസ്, സ്പീഡിൽ നടന്നു നോക്ക എന്താ അവസ്ഥ. ഇവിടെ വഴിയില്ല. ശ്രീഹല്ലിയിലേക്ക് പോകുന്ന വഴി ഇതാണോ? എന്താ സംഭവിച്ചതെന്ന് കാലില്ലേ? കാണിക്കങ്ങോട്ട്. കൊച്ചു, നീ എന്ത് കാണാൻ അങ്ങോട്ട് ചാടിയത്? നെറ്റിന്റെ പുറകെ പോയിട്ട് നന്നായി. വാവ്, നല്ല ചെയറ് കണ്ടോ? ഇങ്ങനെ ഇരുന്ന് നല്ല കാലായിരുന്നു. അതങ്ങനെയാക്കി ഇപ്പൊ സമാധാനം ഇച്ചിരി കിട്ടിയില്ലേ? ഇനിയിപ്പൊ ഞാൻ എന്നാ ചെയ്യുന്നേ? നമുക്ക് അവിടുന്ന് കഴുകാൻ ബാ. അയ്യോ, എനിക്ക് തന്നെ എന്തോ ആവുന്നു. അല്ലെ ജസ്റ്റ് പുഴയിൽ പോയി കഴുകിയിട്ട് വരാം. അവിടെ മോസ്റ്റാട്ടോ. ഇത് ഉറവയുള്ളതുകൊണ്ട് മുഴുവനും ചതുപ്പ് പോലെ കിടക്കുക. പക്ഷോ ഈ പുല്ല് ഭയങ്കര കഷ്ടാട്ടോ. ഇത് കണ്ടോ? എന്റെ മേത്ത് കുത്തി കരുതി ഫോണിനകത്തായിട്ട്. ആണോ? എന്റെ കാലിലാഴഞ്ഞുണ്ടോ? അമ്മേ, അവിടെ വെള്ളമുണ്ടോ കുളത്തില്? ഇല്ലേ? ഞാൻ പെട്ടു. ഏടി വാ, അല്ല കേറി വാ. ഞാൻ ആ ഉറവയിൽ പോയിട്ടൊന്ന് കാല് കഴുകട്ടെ. എടാ, അത് ഇതിലെ കൂടെ കയറി പോയിട്ട് കഴുകുക. ഇനി നീ അതിലെ കൂടെ വേണ്ട. പോകുന്നുണ്ടോ? നിങ്ങൾ ആരോ എന്നെ പ്രാഗിതല്ലേ? സത്യം പറഞ്ഞോ. പോയി ചെളി വീഴുന്നോ? അങ്ങനെയാണോ പ്രാഗിയത്? എനിക്ക് കുഞ്ഞാറ്റി, എനിക്ക് ഈ മാവില് മാങ്ങയില്ലല്ലോ. എനിക്ക് മാങ്ങ തിന്നാൻ തോന്നുന്നു, പേരക്ക തിന്നാൻ തോന്നുന്നു. ഈ പേരക്കേന്റെ കൂടെ ഉപ്പും മുളക് ആക്കി തിന്നാൻ തോന്നുന്നു. എന്താ പറ്റി? എടാ, ഞാനതല്ല ചോദിക്കുന്നത്. അവിടെ ഇല്ല ചെറിയ ഇത് വയലില് കാല് കഴുകാൻ പറ്റിയ സ്ഥലം? എന്താ വീണേ? കാലപ്പുല്ല്. അയ്യോ, ഇത് കണ്ടോ ഗൈസേ? വരുവാ. കാണുന്നില്ല. പറിക്കാൻ തുടങ്ങി. അയ്യോ, വരുവാ എന്റെ കാഴ്ചയെ. ഒന്ന് കഴുകട്ടെ കഴുകിട്ടോ. അമ്മേ, അടുത്ത സ്ഥലത്തും ചവിട്ടി. ഇതിപ്പോ എന്താ ചെയ്യാ? കാലിലാണെ മണലാണ്, മറ്റേ മണല്. ഓക്കെ, നല്ല വെള്ളം കേട്ടോ, നല്ല ക്ലിയർ. നമുക്ക് വേണേൽ കുടിക്കാം. നമുക്ക് കുടിച്ചു നോക്കാം കേട്ടോ. നല്ല ശുദ്ധജലമാണ്, മണ്ണിന്റെ അടിക്കുന്ന വരുന്ന. നമ്മളിവിടുന്ന് ഗൈസ് പണ്ട് വെള്ളം കുടിക്കുന്നത് ഇവിടുന്ന്. എന്താ എടുത്തിട്ടുണ്ട്. നല്ല ശുദ്ധജലമാണ്. കുറച്ച് പഞ്ചസാരയും ഇച്ചിരി നാരങ്ങ കൂടി എടുക്കാറുണ്ട്, കുടിക്കായിരുന്നു. അപ്പൊ നമ്മളിത് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പിന്നെ അവിടെ പോയിട്ട് പിന്നെയും കൊട്ട എടുക്കാൻ വേണ്ടി ചാടി പിന്നെയും ചെളിയാക്കി പിന്നെ ഇവിടെ നിന്ന് കഴുകി. അങ്ങനെ നമുക്ക് ഒരു ലൂപ്പിൽ പെട്ട പോലെ ആവണോ? വേണ്ട അല്ലേ? അപ്പൊ ഞാൻ മറ്റേ പൊക്കോ, ഞാൻ പിടിച്ചോളാം ക്യാമറ. അപ്പൊ ഞങ്ങളൊന്ന് അവിടേക്ക് വേഗം ഓടിച്ചാടി പോട്ടോട്ടെ കൈസേ. ഇവിടെ ഒന്ന് ആരും അതാണ് ഡാൻസ് കളിച്ചിട്ടാ പോകും. എല്ലാ ഡാൻസും കളിക്കും, അന്ന് രസം. അതെ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം പേടിക്കുവേ. അതെ, അതാണ് എന്റെ പേടി.
എന്താ പ്രശ്നം? ഒരിക്കലും പൊട്ടത്തി ചെരുപ്പാന്നുള്ളതിന്റെ തെളിവാണ് കാണിച്ചു കൊടുക്കേ. കണ്ടോ ചിലപ്പോ നമുക്ക് തിരിച്ചെടുക്കാൻ കാല് വന്ന് നോക്കാം ഇവിടെ. പുതിയ ഹീൽസ് ആണ്. യെസ്, ഈ പുല്ലൊന്ന് കളയാൻ പറ്റുമോ? ഞാൻ ഇതിനകത്ത് കൂടെ കാലമാണോ? കാല് നേരെയൊക്കെ നേരെ കഷ്ടാട്ടോ അങ്ങനെ ആയിപ്പോയാലും. ചെരുപ്പ് പൊട്ടിയല്ല. ഇത് കണ്ടോ, നോക്ക് മേത്ത് നിറച്ച് പുല്ല്. കളഞ്ഞാലും അതിലപ്പുറം കൂടുള്ളു പൊട്ട. എന്നെ കുത്തുന്നുണ്ടേ. ഒരു പേരയ്ക്ക് പോലും ഇല്ല. അതന്നെ കുളാന്ന് പറയോ? ഇത് കണ്ട കുളമായ കുളം. അയ്യോ, ഓ എനിക്കും അതെ അമ്മേ, നിദ്രയിലാവാൻ കൊതിയാകുന്നു. എന്താ പ്രശ്നം? സോറി, ക്യാമറ എങ്ങോട്ടേക്കോ പിടിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, മോളി തൂക്കിട്ടോ ഗായ്സ്. നമ്മുടെ എബ്രിൻ റോസ് ഇത് ഇവിടെ ഇരുന്ന് ഉറങ്ങാനാണ് പ്ലാൻ. ആണോ? ഒരു മയക്കം. സുഖമോ ദേവി. ഫസ്റ്റ് സുഖമോ എടുത്തില്ല, രണ്ടാമത്തെ സുഖമോ എടുത്ത്. സുഖമോ ദേവി, സുഖമോ. നമ്മുടെ മഞ്ഞൾ, നമുക്ക് മഞ്ഞൾ പറിക്കാൻ പോവാം. ഇവിടുത്തെ പ്രിഡേറ്റർ കാണാം. പ്രിഡേറ്റർ 2. അയ്യ, അത് ശരിക്കായില്ല, ഞാൻ കാണിക്കാം. യെസ് ഗൈസ്, ചോരയൊക്കെയാണോ മേത്ത്? മറ്റേ വെള്ളച്ചോരയാണോ ചേ? ആ, അപ്പൊ എലിനല്ലേ? ആ, പച്ച ചോരയുള്ള ജീവി ഏതാ ഗൈസ്? എനിക്കറിയായിരുന്നല്ലോ ഗൈസ്. നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ ഗൈസ്. അപ്പം ഞങ്ങൾ 3 പേരും മമ്മേനെ കാണുന്നില്ല, എവിടെ താഴെ എത്തിയിട്ടുണ്ട്. പങ്കന്റെ കൂടെ വലിയൊരു കുറവ് ഇവിടെ കാണാനുണ്ട് കേട്ടോ. ഇവിടെ ഉറക്കം വരുന്ന ചിലർ എന്ത് ചെയ്യണമെന്ന് അറിയാമേ? മഞ്ഞളിന്റെ തലയിൽ കൊണ്ടു കേട്ടോ. മാമാറ്റിയാണ് അതാ എടാ, എന്റെ മൂക്ക് കൊണ്ടുപോകൂടാ. യെസ് ഗൈസ്, ഗൈസ് അപ്പൊ നമ്മൾ താഴെ എത്തിയിട്ട് കഴിഞ്ഞിട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ, നേരെ മഞ്ഞൾ പറിക്കാൻ പോകാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഗൈസ്, നിങ്ങളൊക്കെ മഞ്ഞൾ പറിച്ചോ? നമ്മൾ മഞ്ഞൾ പറിച്ച് അതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് പുഴുങ്ങി ഉണക്കി പൊടിച്ച് നമ്മൾ ആ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലേ മമ്മേ? ഓർഗാനിക് മഞ്ഞൾപ്പൊടി. പിന്നെ അതുപോലെ നമ്മൾ മുളകില്ലേ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് അതൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഉണക്കി പൊടിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. മഞ്ഞൾ പറിക്കാൻ പോകാം. അപ്പൊ നമുക്ക് മോസ്റ്റായിട്ട് നമുക്ക് മഞ്ഞൾ പറിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ വരെ ഒരു സാധനം കാണിച്ചു കേട്ടോ. ഇങ്ങോട്ട് വാ. ഇതല്ലേ നമ്മുടെ മഞ്ഞളിന്റെ നല്ല പച്ച തണ്ടായിരുന്നു, അതൊക്കെ കണ്ടില്ലേ ഉണങ്ങി. ലാസ്റ്റ് അത് ഇവിടെ ഇങ്ങനെ മാഞ്ഞു പോകും, ഇല്ലേ മമ്മ? ഇതുണ്ട്, ഇപ്പൊ ഇത് മായാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴേക്കുമാണ് നമ്മൾ വന്നത്. ഹായ്, ഇത് കണ്ടോ മഞ്ഞൾ കറി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സിലൊക്കെ ആയാൽ പോവുകയില്ല, നോക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ മമ്മ കിളച്ചെടുക്കുന്നുണ്ട് മഞ്ഞൾ. അപ്പോൾ എൻ്റെ തലക്കിട്ടും കള വരും, മുമ്പ് ഞാൻ മറക്കാം. വാവ്, കണ്ടോ നല്ല മഞ്ഞൾ. അപ്പോൾ ഇത് വയലിലെ നമ്മുടെ പപ്പ നട്ട മഞ്ഞളായിരുന്നു ഗായ്സ്. ഇത് പപ്പ പണ്ട് നട്ട മഞ്ഞളാണ് നമ്മളിപ്പോൾ ഈ കിളച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നട്ട് കഴിയുമ്പോൾ നമ്മളിങ്ങനെ എടുക്കും അല്ലേ? നമ്മൾ എടുത്തു കഴിഞ്ഞ് ഒരു 3-4 കഷ്ണം നമ്മൾ അവിടെ ഇടും, അല്ലെങ്കിൽ അതിൻ്റെ അടിക്കും ഉണ്ടാവും. അപ്പോൾ അതെന്താകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ തന്നെ മുളയ്ക്കും. ഇപ്പോൾ നമ്മൾ അഥവാ ഈ മഞ്ഞൾ നമ്മളിപ്പോൾ വന്ന് കിളച്ചെടുത്ത് പോയില്ല എന്ന് ഓർക്കും, പോയില്ലെങ്കിൽ തന്നെ ഇത് മണ്ണിൻ്റെ അടിയിൽ കിടന്ന് ചീത്തയായി പോവും. അല്ലാതെ അതിൻ്റെ തടേൻ്റെ ഭാഗം എന്താവുമെന്ന് അറിയോ? തട മീൻസ്, തട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണിച്ചിട്ട് എന്താണ്, നമ്മുടെ ഈ മഞ്ഞളുടെ ഈ നമ്മൾ ഇത് കണ്ടോ, നമ്മുടെ ഇലയില്ലേ, തണ്ടിൻ്റെ അടിഭാഗമാണ് തട എന്ന് പറയുന്നത്. ഒരു ബോൾ പോലെ ഇരിക്കണോ, ഇതതിൻ്റെ തടയാണിത്. ഇത് അപ്പം ഈ തട കിടന്നിട്ട് പുതിയ മഞ്ഞളുകൾ മുളയ്ക്കും. അങ്ങനെ മുളച്ച് നമ്മുടെ പപ്പ നട്ട മഞ്ഞളായിരുന്നു ഗായ്സ് ഇത്. അപ്പോൾ ഇത് ഒരുപാട് മഞ്ഞളുകൾ മമ്മ കിളച്ചിടുന്നുണ്ട്. അപ്പോൾ ഇനി മമ്മ ഇവിടെ മുഴുവൻ ഇങ്ങനെ കിളച്ചിടും. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? കൊട്ടയിലേക്ക് വരക്കിയെടുക്കണം. അതാണ് ഗായ്സ് നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം മമ്മ ഇതേ മോസ്റ്റായിട്ട് കളയ്ക്കുന്നുണ്ട് നമ്മുടെ ജുവാന മമ്മ. അത് കണ്ടോ, അയ്യോ വരുന്നില്ലല്ലോ, കണ്ടില്ലേ? നല്ല സ്മെല്ലുള്ള നല്ല വയനാടൻ മഞ്ഞളാണ് ഗായ്സ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ടീ പോലെ ഉണ്ടല്ലേ. ഓക്കെ,
അപ്പം നമുക്ക് ഇതേ മമ്മ എല്ലാം കളച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്കിനി കൊട്ടയിലേക്ക് എല്ലാം വാരി എടുക്കാം ഗായ്സ്. നല്ല പണിയാണ്. നമ്മളവർക്ക് എല്ലാം സിമ്പിളാണ് കാണുമ്പോൾ, പക്ഷേ മോസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കൊട്ട മാത്രമാണ് മഞ്ഞൾ പറിച്ചുകൊണ്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഈ മഞ്ഞളിൻ്റെ പ്രോബ്ലം ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞളിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇഞ്ചി മാങ്ങ ഉണ്ടാവും. ഇഞ്ചി മാങ്ങ കാണാനും മഞ്ഞൾ പോലെ തന്നെയാണ്, പക്ഷേ വൈറ്റ് കളറാണ്. അപ്പോൾ കളർ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇഞ്ചി മാങ്ങ ഞാൻ മമ്മ ഇവിടെ ഒരു സ്ഥലത്ത് കിളച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നോക്ക്, ഇത് ശരിക്കും ഇഞ്ചി അല്ല മഞ്ഞൾ പോലെ തന്നെ തോന്നില്ലേ? ഇലയൊക്കെ നോക്ക്, മഞ്ഞൾ പോലെ തോന്നില്ലേ? പക്ഷേ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ സാധനം. കണ്ടോ, നല്ല നനവുണ്ട്. നമ്മുടെ വയലിലത്തെ മണ്ണല്ലേ ഇത്, അതുകൊണ്ട് തന്നെ നല്ല നനവുണ്ട്. ഇത് കണ്ടോ, ഉള്ളിൽ കണ്ടോ, വൈറ്റ് കളറാണ്. അപ്പം ഇഞ്ചിൻ്റെ മാങ്ങേൻ്റെ കൂടി മിക്സ്ഡ് ആയിട്ടുള്ള എന്താണ് ചൊവയാണ്. അപ്പം നമുക്ക് ഇഞ്ചി മാങ്ങ നമുക്ക് അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ മോസ്റ്റായിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലേ? ചമ്മന്തി, ഇഞ്ചി മാങ്ങ ചമ്മന്തി. പക്ഷേ എനിക്ക് ഇഞ്ചി മാങ്ങ ചമ്മന്തി ഇഷ്ടമല്ല, എനിക്ക് ഇഞ്ചി മാങ്ങ അച്ചാറാണ് എനിക്കിഷ്ടം, ചമ്മന്തി എനിക്ക് ഇഷ്ടമല്ല. ഇവർക്കൊക്കെ മോസ്റ്റ് ഇഷ്ടം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇല്ല ഇടയ്ക്കൊക്കെ ഒരു ടച്ചിങ്സ് അല്ലേ ആയിസ്. അപ്പോൾ നമ്മൾ മോസ്റ്റായിട്ട് മഞ്ഞൾ നമ്മൾ പെറുക്കിയിടുവാണ് കേട്ടോ. ഇത് കണ്ടോ, അയ്യോ ബെസ്റ്റ്, സീരിയസ് മാനായിപ്പോയി. ആര്? അതെനിക്ക് ക്യാമറേൻ്റെ ലെൻസ് എൻ്റെ വേറെ വെച്ചിട്ട് കാണിച്ചു കൊടുക്കുമായിരുന്നു. ആ ഓക്കെ ഒക്കെ പോട്ടെ. എന്ത് ചെയ്യാനാ, ഇടയ്ക്കാണെങ്കിൽ അമ്മളയൊക്കെ നമുക്ക് പറ്റും അല്ലേ? അമളി. അപ്പോൾ നമ്മൾ മോസ്റ്റായിട്ട് മഞ്ഞൾ നാവ് വഴങ്ങിപ്പോകുന്നുണ്ട് ഗൈസ്. ഓ വാ, ഇത് മമ്മ നല്ല മഞ്ഞൾ. ഇത് ഞണ്ടിൻ്റെ കുഴിയാണ് ഗൈസ് ആ കാണുന്നത് കേട്ടോ. ഓ ജുവാൻ എന്താണ് കണ്ടോ, വാ 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 കണ്ടോ, അടിപൊളി മഞ്ഞൾ മോസ്റ്റ് കളറില്ലേ? എൻ്റെ ഇതിൻ്റെ കളർ പോലെ ഉണ്ടല്ലേ ഗൈസ്. ഇത് ഇച്ചിരി ഡാർക്ക്, ഇച്ചിരി ലൈറ്റ്, നല്ല നല്ല സ്മെല്ലുള്ളല്ലേ, നല്ല മണല്ലേ. എനിക്ക് കുളിക്കാൻ തോന്നുന്നു. നമ്മൾ മഞ്ഞൾ മോസ്റ്റ് ഔഷധമാണ്. നമുക്ക് എന്ത് സ്കിൻ ഡിസീസ് ഉണ്ടെങ്കിലും, ഇപ്പോൾ നമ്മളെ കൈ പെട്ടെന്ന് പൂച്ച മാന്തുവോ പട്ടി കടിക്കുവോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ തേനീച്ച കുത്തുവോ അങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്താലും പെട്ടെന്ന് നമ്മൾ മഞ്ഞൾ, തുളസി ഉണ്ടെങ്കിൽ തുളസിയും കൂടി മിക്സ്, അല്ലെങ്കിൽ മഞ്ഞൾ ഒറ്റയ്ക്കായാലും നമ്മൾ വേഗം അരച്ചിട്ട്, ഇപ്പോൾ ഈ മഞ്ഞൾ പൊടിച്ച് വെച്ചുകൊണ്ട് തന്നെ വേഗം അത് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യും, ഇച്ചിരി ഉപ്പിൽ ലായിച്ചിട്ട് അത് നമ്മളെ മുറിവിൽ തേക്കും. ഞാൻ കൂടുതൽ ഉപ്പിലാട്ടോ മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ തേക്കാം. അല്ലെങ്കിൽ നമ്മൾ വേഗം കല്ലിലൊക്കെ ഇട്ട് വച്ചിട്ട് വേഗം നമ്മൾ ആ മുറിവിൽ വയ്ക്കും. മോസ്റ്റാണ് നമ്മളെ എന്ത് വിഷാംശങ്ങളും ഉണ്ടായില്ലേ അല്ലേ മമ്മേ? പറയേ. അതെ, ആൻറ്റി ബാക്ടീരിയലാണ്. അതെ, എന്ത് അണുക്കളുണ്ടെങ്കിലും അതിനെയൊക്കെ കൊന്നു കളഞ്ഞോളും. മോസ്റ്റ് അതെ, സ്കിൻ ഡിസ്. പക്ഷെ ചിലർക്ക് മഞ്ഞൾ എന്നും തേച്ച് കുളിച്ചാൽ മോസ്റ്റാണ് ഗൈസ്. കാരണം നമ്മൾ നല്ല ബ്യൂട്ടിഫുള്ളാണ്. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് മഞ്ഞൾ അലർജി ഉണ്ടാവും അല്ലേ? ചിലർക്ക് ഫേസിൽ വലിയ വലിയ പിമ്പിൾസൊക്കെ വരും. അതുപോലെ തന്നെ അങ്ങനെ ചിലർ നമുക്കിപ്പോൾ പലർക്കും പല പല സ്കിന്നുകളാണ് ഗൈസ്. അപ്പോൾ മോസ്റ്റായിട്ട് നമ്മുടെ മഞ്ഞൾ എല്ലാവർക്കും പറ്റും. എങ്കിലും ചില സ്കിന്നുള്ളവർക്കൊന്നും നമ്മുടെ മഞ്ഞൾ ചിലപ്പോൾ പണി കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മേത്ത് നമുക്ക് തേക്കാം. മേത്ത് തേച്ച് കഴിഞ്ഞാൽ മഞ്ഞ മനുഷ്യന്മാരെ നടക്കേണ്ട വരും. അതാണൊരു വിഷയം ഇല്ലേ പറ്റി. പിന്നെ സോപ്പിട്ട് നന്നായി കഴുകി കളയുവാണെങ്കിൽ പോകും. അതെ, നമ്മുടെ മേത്ത് നമ്മൾ ശരിക്കും അങ്ങനെ കളയരുത്. മഞ്ഞൾ തേച്ച് മേത്ത് ആ കളറോടെ വേണം. ഞാൻ കളറും മേത്ത് മഞ്ഞൾ തേച്ച് കുളിച്ചിട്ട് രാവിലെ പാലിന് പോയി, പാൽക്കാരൻ കണ്ട് ഞെട്ടിപ്പോയി, ഇതെന്താ മേത്ത്? ഞാൻ പറഞ്ഞ മഞ്ഞളാണ്. ചെരുപ്പ് വരെ മഞ്ഞച്ച് പോയ ചരിത്രമുണ്ട് ഇല്ലേ? യെസ്. നമുക്ക് എന്ത് ചെയ്യാം, വേഗം ഈ ചരിത്രം നമുക്ക് കൊട്ടയിലേക്ക് ആക്കാം ഗൈസ്. എന്താ എൻ്റെ മമ്മ ഇതിന്റെ ഒരു കഷ്ണം കിട്ടാനാണ് നമ്മൾ ആ കട മുഴുവൻ കയറി ഇറങ്ങിയത്. ഇവിടെ ഇതിങ്ങനെ കിടപ്പുണ്ടായിരുന്നു, നമുക്ക് അറിയുമായിരുന്നു മമ്മേ. നോക്കട്ടെ എൻ്റെ ഗായ്സേ, അമ്മേ അതെട്ടോ കസ്തൂരി മഞ്ഞൾ തന്നെ ഗായ്സ്. കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, നമ്മുടെ അടുത്ത് ഇല്ലായിരുന്നു ഈ സാധനത്തിൻ്റെ ഒരു കഷ്ണം പോലും. ഈ മഞ്ഞളാണ് നമ്മൾ ഗായ്സേ ഇതിട്ട് കസ്തൂരി എന്നുള്ള പേരുണ്ടോ, കസ്തൂരി മാൻ തന്നെ. എന്താ കസ്തൂരി മാനിനുള്ളതുകൊണ്ട് ആ മാൻ ഈ പരിസരത്തൊക്കെ എവിടെ വന്നാലും നമുക്ക് സ്മെല്ല് ചെയ്യുന്ന പറയുന്നത്. ഞാനിതുവരെ കണ്ടിട്ടോ മണത്തിട്ടോ ഒന്നും ഇല്ല കേട്ടോ. പക്ഷേ നമ്മുടെ എന്താ പറയുക, കസ്തൂരി മഞ്ഞൾ തേച്ച് കുളിച്ചിട്ടുണ്ടെങ്കിൽ ആ മണമാണ് മോസ്റ്റ് സ്മെല്ല് ഇല്ലേ അമ്മേ? മഞ്ഞളിൽ കുളി എന്ന് പറഞ്ഞാൽ കസ്തൂരി മഞ്ഞളിലാണ് നമ്മൾ കുളിക്കേണ്ടത്. ആ സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്ക് അവരെ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാവുന്നു, അത്രയ്ക്ക് നല്ല സ്മെല്ലാണ്. അപ്പം നമ്മളിനി ഈ മഞ്ഞൾ തേച്ചാണ് ഗൈസ് കുളിക്കാൻ തോന്നുന്നത്. ഓ, അപ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്നവർക്കൊക്കെ നമ്മളെ കെട്ടിപ്പിടിച്ചുമാരാൻ തോന്നുന്നു അമ്മേ അല്ലേ? ഇതേ മോസ്റ്റായിട്ട് ഒരുപാട് കസ്തൂരി. അപ്പം നമുക്കിത് സെപ്പറേറ്റ് നമുക്ക് കൊണ്ടുപോകണം. കാരണം ഈ മഞ്ഞളിൻ്റെ കൂടെ ഇട്ട് പൊടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ചൊവ വരും.
ആ നിറച്ച് കാക്കയുണ്ടല്ലോ മേത്ത്. ഇതിൻ്റെ ചുവ വരും ഗൈസ്. ഇതിൻ്റെ ചുവ വന്നാൽ ഒരു ടേസ്റ്റ് ഇല്ല ഇല്ലേ മേ? എന്താ ഇതിൻ്റെ കസ്തൂരി മഞ്ഞളിൻ്റെ ഇത് കൊണ്ട് ഇതാണ് നമ്മുടെ തട എന്ന് പറയുന്നുണ്ടല്ലേ. ഇത് തണ്ടിൻ്റെ തട. ഇത് നട്ടാലാണ് എന്ത് മോസ്റ്റായിട്ട് മഞ്ഞൾ ഉണ്ടാവുന്നത് കേട്ടോ. മഞ്ഞളിൻ്റെ ഏത് കഷ്ണം നട്ടാലും ഉണ്ടാകും. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ മഞ്ഞൾ നമ്മൾ അഥവാ ഈ വർഷം പറിക്കാൻ മറന്നുപോയി എന്നോർക്ക്. മറന്നുപോയി എന്നല്ല, പറിക്കാൻ പറ്റില്ല എന്നോർക്ക്. അപ്പോൾ മഞ്ഞൾ ബാക്കിയുള്ള പീസുകളൊക്കെ ചീത്തയായി പോയിട്ട് ഈ തടയിൽ നിന്ന് അടുത്തത് പുതിയതുണ്ടാവും. ഞാൻ അലിഞ്ഞു പോവുകയാണ് ഗൈസ്. ഞാൻ അലിഞ്ഞു പോയിട്ട് ഈ മണത്തിൽ. അപ്പോൾ ഇതേ മമ്മ ഒരുപാട് കസ്തൂരി മണം മമ്മ പറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ മമ്മേ? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. കണ്ടില്ലേ ഈ കസ്തൂരി മഞ്ഞളിൻ്റെ കണ്ടത് വലുതാണ്. കണ്ടില്ലേ ഈ കസ്തൂരി മഞ്ഞളിൻ്റെ നിറവും ഇതുണ്ടോ? ഈ കസ്തൂരി മഞ്ഞളിൻ്റെ നിറം കണ്ടോ? ഒരു യെല്ലോ കളറാണ് അല്ലേ അമ്മേ? ഒരു മഞ്ഞ കളറാണ്. പക്ഷേ നമ്മുടെ എനിക്കിപ്പോൾ തന്നെ എൻ്റെ കവിളിലൊക്കെ തേക്കാൻ തുടങ്ങി. ഞാൻ തേക്കട്ടെ. വാവ്. പക്ഷെ നമ്മുടെ മഞ്ഞളിൻ്റെ നിറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ ഒരു ഓറഞ്ച് യെല്ലോ കളറാണ്. കണ്ടോ? കണ്ടില്ലേ ഒരു ഓറഞ്ച് യെല്ലോ കളറാണ്. അപ്പോൾ രണ്ടിൻ്റെ കളർ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അല്ലേ ബാബാജി? ഒരു കളർ ഒരു യെല്ലോ മിക്സ്ഡ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ എൻ്റെ കവിളിലൊക്കെ മോസ്റ്റായിട്ട് മഞ്ഞൾ ഞാൻ ആക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ അമ്മേ? എനിക്കിഷ്ടം. ഇതുണ്ടോ നല്ല സ്മെല്ലാണ്. നല്ല സ്മെല്ല്. അപ്പോൾ സാധാരണ നമ്മുടെ മുഖത്ത് എന്താ പറയുക ഇവിടെ ചുമന്നാണ് ഇരിക്കുക. അപ്പം ഞാൻ എന്താക്കാൻ പോവാണ് മഞ്ഞൾ തേച്ച് മഞ്ഞ കളറാക്കുകയാണ്. നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ നിറാക്കുവാണ്. നല്ല രസമില്ലേ നമുക്ക് ഗൈസ്? എനിക്കിഷ്ടമായിട്ടോ. മോസ്റ്റ് സ്മെല്ല് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് സ്മെല്ലാണ്. നമ്മളന്ന് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നത് ഒരു 3-4 കഷ്ണം. അതും അവരുടെ കടയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് അവർ ഉള്ള ഇച്ചിരി എടുത്തന്നിട്ട് പറഞ്ഞു ഇത് നട്ടാൽ ചിലപ്പോൾ ഉണ്ടാവും എന്ന് പറഞ്ഞു തന്നു. പക്ഷെ നമ്മൾ നടാൻ മറന്നുപോയി. ഞാൻ എന്നോർക്കും നടന്ന് ഓർക്കും. ഇപ്പോൾ ദയവായിട്ട് നമുക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ച് ഒരുപാട് കസ്തൂരി മഞ്ഞൾ തന്നിട്ടുണ്ടല്ലേ അമ്മേ? അപ്പോൾ എന്താ സോസാ നമ്മളിത് പറിച്ചുകൊണ്ട് പോയാലും ഇതിൻ്റെ ഒരു കുഞ്ഞു കഷ്ണം ഇവിടെ കിടന്നാൽ മതി. ഇവിടെ നിറച്ചും മഞ്ഞളുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ മഞ്ഞൾ നമുക്ക് പെറുക്കിയെടുക്കാം ഗായ്സ്. അപ്പോൾ നമ്മളിത് കസ്തൂരി മഞ്ഞളിൻ്റെ അളിയനെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചോദിക്കില്ല, അച്ഛനും അമ്മയൊക്കെയോടും ചോദിക്കില്ല കേട്ടോ. ഇതേ അമ്മ ഇഞ്ചിക്കും ഇല്ലേ അമ്മ ഇങ്ങനെ അളിയൻ? ഇഞ്ചിൻ്റെ അളിയനെ തിന്നാൻ നല്ല രസമാണ് അമ്മ പറയും. ഞാൻ ഇഞ്ചിൻ്റെ അളിയനൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അളിയനെ തിന്നുന്നേ നോക്ക്. അപ്പോൾ ഇഞ്ചിൻ്റെ അളിയനെ വെറുതെ കാണാത്ത അമ്മ തിന്നുമല്ലേ. അപ്പോൾ ഗായ്സ് നോക്ക്, ഇതാണ് നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ അളിയൻ. മഞ്ഞളിൻ്റെ അളിയനുണ്ടോ അമ്മേ? എല്ലാവർക്കും അളിയന്മാരുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കാണോ ഒറ്റ അളിയനില്ലാതെ? നമുക്കാണ് അളിയനില്ലാത്ത അല്ലേ? അപ്പോൾ നോക്കൂ ഗായ്സ്, ഇതാണ് നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ അളിയൻ എന്ന് പറയുന്നത്. കണ്ടോ അത് നോക്കണ്ട, അത് ക്യാറ്റ് മാന്തിയതാ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ? അപ്പം നമുക്ക് ഇവനൊന്ന് കടിച്ച് നോക്കാം എന്താ ടേസ്റ്റ് എന്ന് അറിയാമല്ലോ. നോക്കൂ ഗൈസ്, കാണുന്നുണ്ടല്ലോ. ജെല്ലി പോലെ. എൻ്റെ ബാവാറ്റി മോസ്റ്റ് ചൊവ്വ. ഒന്ന് അക്കി നോക്ക്. ഇച്ചിരി കയ്പുണ്ടേ, തുള്ളി കയ്പുണ്ടെന്ന് അക്കി നോക്ക്. നല്ല ടേസ്റ്റാ, നല്ല ചൊവ്വ സ്മെല്ലും ആ ചൊവ്വ. എനിക്ക് എൻ്റെ ദൈവമേ, ഞാനിവിടെ എങ്ങാനും ഞാൻ മയങ്ങിപ്പോയി ഈ മണത്തിൽ. അത്രയ്ക്കും നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് തേച്ച് ഞാൻ മോസ്റ്റായിട്ട് കുളിക്കും. കൊതിയാവുന്നുണ്ട് എനിക്ക് കസ്തൂരി മഞ്ഞൾ വെച്ച് കുളിക്കാൻ. നമുക്ക് അളിയനെ നമ്മൾ കടിച്ചിട്ടുണ്ട് ഒരു കഷ്ണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അളിയന്മാരെയൊക്കെ നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ. അതുകൊണ്ടോ ഇതൊക്കെ അളിയനാണേ. എന്താണ് അപ്പോൾ വയലിലെ മണ്ണായതുകൊണ്ട് തന്നെ നല്ല നനവുണ്ട് മണ്ണിന്. കണ്ടില്ലേ, നനവുണ്ട് അടിക്കേക്കും മണ്ണിന്. കണ്ടില്ല, ഇതൊക്കെ അളിയന്മാരാണേ. അപ്പോൾ അളിയനെയൊക്കെ നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ. ഇതുണ്ടോ, ഇത് കസ്തൂരി മഞ്ഞളിൻ്റെ വലിയൊരു പീസാണേ. ഇത് കിട്ടുന്ന നമ്മൾ വിചാരിച്ചില്ല ഗൈസ്, പ്രതീക്ഷിച്ചില്ല എന്നുള്ള പ്രയും വിചാരിച്ചതിൻ്റെ വിയോ. അപ്പോൾ പ്രജീഷ് എന്ന് ഗൈസ്, സോറി, പ്രതീക്ഷിച്ചില്ല. ഓക്കെ, സാരല്ല. അപ്പം നമുക്കിത് ഇതെടുക്കാം കേട്ടോ. അതുകൊണ്ടോ ഇത് കിട്ടുന്നില്ല ഗൈസ്, മോസ്റ്റാണ്. ഇത് മോസ്റ്റാണ് ഗൈസ്. ഇതുണ്ടോ അമ്പടാ. ഇതധികം കളറായിട്ടില്ല, എനിക്ക് തോന്നുന്നത് അധികം മൂക്കാത്തയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കസ്തൂരിയാ ആണോ? ഇതൊരു കൊട്ടയായാൽ എന്ത് ചെയ്യും, നമുക്ക് നെക്സ്റ്റ് ഡേ വരാം അല്ലേ?
അപ്പോൾ ഇത് ഒരു കൊട്ടയായി കഴിഞ്ഞാൽ ഗായ്സ് നമുക്ക് അവസ്ഥയായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം ഇപ്പോൾ നമ്മൾ പറിച്ചിട്ടേക്കുന്ന കുറച്ചുണ്ട്, അത് നമുക്ക് പെറുക്കി നോക്കാം. ഒരു കൊട്ട ആവുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകും, അല്ലെങ്കിൽ നമുക്ക് അവിടുത്തെയും കൂടി പറിക്കാൻ നോക്കാം. ലെറ്റ്സ് ഗോ. ഗായ്സേ കടയിൽ അത്രയും ചോദിച്ചിട്ട് നമുക്ക് കസ്തൂരി മഞ്ഞളിൻ്റെ ഒരു കുഞ്ഞ് കഷ്ണം കിട്ടിയുള്ളൂ. കസ്തൂരി മഞ്ഞൾ അത്രയ്ക്ക് റെയറായിട്ടുള്ള സാധനമാണ്. ഇനിയിപ്പോൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വന്ന് പറിച്ചുകൊണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ആരും അറിഞ്ഞൂല്ല പറമ്പിന്, അല്ലെങ്കിൽ സൗകര്യം ഇല്ല ഗായ്സേ. അതെ, വീട് ആരും അറിയില്ലല്ലോ. അപ്പോൾ കസ്തൂരി മഞ്ഞൾ വളരെ മോസ്റ്റ് ഇപ്പോൾ റെയർ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ മോസ്റ്റായിട്ട് നമുക്കിപ്പോൾ അത് നമ്മൾ വിചാരിക്കാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഇതെനിക്ക് നല്ല സ്മെല്ല് വരുന്നുണ്ട്, എൻ്റെ കവളിന്നാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് വേഗം സെറ്റാക്കാം കേട്ടോ. ഞാൻ മിക്കവാറും എൻ്റെ മുണ്ടായിരിക്കും ആയുധമാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്, കാരണം കൊട്ടയും വട്ടിയൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചില്ലല്ലോ അത് കിട്ടുമെന്ന്. അപ്പം ഗായ്സ്, അപ്പോൾ ഞാൻ മോസ്റ്റായിട്ട് നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ ക്ലീനിങ് പരിപാടിയിലാണ് കേട്ടോ. കണ്ടോ, മോസ്റ്റ് ക്ലീനിങ്ങിലാണ്. അപ്പോൾ നിറച്ച് എൻ്റെ കയ്യിലൊക്കെ ഇതേ ചെളിയിടുന്നതാണ്. നനവുള്ള മണ്ണാന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇല്ലേ പറ്റി? അതെ, നല്ല നനവുള്ള മഞ്ഞളാണ്, മണ്ണാണ്. കണ്ടില്ലേ, മോസ്റ്റാണ്. അടിപൊളി. അപ്പോൾ ഇനി കുറച്ച് ഉണ്ട് കേട്ടോ നന്നാക്കാൻ വേണ്ടിയിട്ട്, കുറച്ചുണ്ട് എനിക്ക്. അപ്പോൾ എനിക്കിതെല്ലാം വേഗം നന്നാക്കി എൻ്റെ മുണ്ടിലാക്കണം ഇല്ലേ പറ്റാ? ഞാൻ മോസ്റ്റായിട്ട് വേഗം നന്നാക്കട്ടെ കേട്ടോ. ഇക്ക് ഞാൻ മറ്റേ മഞ്ഞളിൻ്റെ കൂടി ഒരു ഇത് കാണിച്ചിടാം. ഇത് കണ്ടോ ഗായ്സേ, നമുക്കൊരു 8 കാലിനെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ മഞ്ഞളും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഇത് വലിയതാണ്, ഇത് കുഞ്ഞതാണ് അല്ലേ? ഇത് നമ്മുടെ കൈവിരൽ പോലെ വലിയതാണ്, പക്ഷെ ഇത് ഇച്ചിരി മോസ്റ്റ് വലുതാണ്. ഇച്ചിരി സൈസ് ഉണ്ട് അല്ലേ? കണ്ടില്ലേ, മോസ്റ്റാണ്. ഇതുണ്ടോ, കളർ ചേഞ്ച് നല്ലോണം ഉണ്ട്. ഉണ്ടോ? നല്ലോണം ഉണ്ട്. ഉണ്ടോ? അപ്പം മോസ്റ്റായിട്ട് വൃത്തിയാക്കട്ടെ കേട്ടോ. പന്നി വരുന്നതിന് മുമ്പ് വീട്ടിൽ പോകണം. ഓക്കെ എൻ്റെ ഗായ്സ്, അറ്റ് ലാസ്റ്റ് നമ്മളിത് ഒരു കണക്കിന് നമ്മൾ ഇതേ അമ്മ പറഞ്ഞു ഈ കൊട്ടയിൽ തന്നെ നിറച്ചോ, ഈ കൊട്ടയിൽ തന്നെ അമ്മ തന്നെ അങ്ങ് എടുത്തുകൊണ്ട് പോയിക്കോളാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കസ്തൂരി മഞ്ഞളിന് ഒരു വലിയ സ്പെഷ്യാലിറ്റി ആണല്ലേ, എല്ലാം കുറേ അമ്മാവന്മാരുണ്ടല്ലേ, സോറി അളിയന്മാരുണ്ട്, കുറേ അളിയന്മാർ. കാരണം ഉണ്ടല്ലേ ഇങ്ങനെ കുറേ താമരമുട്ട് പോലത്തെ കുറേ കുഞ്ഞു മുട്ടുകൾ കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഇങ്ങനെ കൊട്ട നിറച്ച്, കൊട്ടേൻ്റെ അടിക്കാണ് മറ്റേ മഞ്ഞളുള്ളത്. അപ്പോൾ നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ വേഗം മനസ്സിലാവും കേട്ടോ. അതുകൊണ്ട് നല്ല ഒന്നാം തരം നല്ല വയലിലെ ചെളി മണ്ണാണ്, ചെളി മണ്ണാണ് കിട്ടിയിരിക്കുന്നത്. നല്ല സ്ലൈം പോലെയാണ് കണ്ടോ. ദൈവമേ, ഈ മണ്ണിനടക്കം നല്ല കസ്തൂരി മഞ്ഞളിൻ്റെ ചൊവയും മണവും. വാവ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ, ഈ മഞ്ഞളില്ലേ, അല്ല ഈ മഞ്ഞളല്ല, നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടണം കേട്ടോ. അപ്പോൾ എനിക്ക് ക്യാമറാമാൻ ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ് നിങ്ങളൊക്കെ കാണുന്നത്. ഇപ്പം അമ്മ എന്തെങ്കിലും വിളിച്ചോണ്ട് നിൽക്കുന്നത് ഗൈസ് കണ്ടോ, ഒരാളിവിടെ കിടന്ന് ഉറങ്ങുകയാണ്. എന്താ സോക്സ് ഉറങ്ങുക, പട്ടി കാട്ടിച്ചു. ഞാൻ ചെയ്യരുത്, ഉറങ്ങുന്നവരൊന്നും ശല്യപ്പെടുത്തിയിട്ടില്ലല്ലോ. എടാ എന്താടാ ചേടാ, ഒന്ന് നോക്കാട്ടോ. മോസ്റ്റ് ഉറക്കാണ്. ഇവിടെ കിടന്ന് വെള്ളം എടുത്തു നോക്കാം. മണ്ണൊക്കെ മേറ്റ് കേട്ടോ. നോക്കിക്കേ കുഞ്ഞാറ്റി, കട്ടക്കലിപ്പല്ലേ തള്ളേ, കലിപ്പ് തീരല്ലോ. വിളി പോവാം, വീട്ടിൽ പോവാം. വിളിക്കുന്നില്ലേ? മുത്ത കഴിഞ്ഞേക്കടാ കുഞ്ഞേ, എന്നിട്ടോ പക്ഷേ അയ്യോ അതിന്റെ കൈ കൊണ്ട് പിടിപ്പിക്കില്ലടാ. എന്തത്? അയ്യോ അതിനെ കൊല്ലല്ലടാ. നോക്ക് എടാ, വേണ്ടടാ, എഴുന്നേക്കടാ. ശക്തിമാനല്ല, താങ്ങാനുള്ള ശക്തി
എടാ കൊച്ചിനെ കൊല്ലല്ലേ എന്നിട്ട് എഴുന്നേക്കടാ. എന്ത് കുഴപ്പമില്ലെന്ന് അമ്മ അതാ ദൈവമേ. ഇതാണ് രസം. ഹായ് ഗായ്സ്, നിങ്ങൾ ഇങ്ങനെ കിടന്നിട്ടുണ്ടോ? ഇങ്ങനെ കിടക്കുന്നതിന്റെ രസം ഒന്ന് വേറെ തന്നെയാ. എഴുന്നേക്കടാ, ശ്വാസം വിട്ടൂടാ. എട്ടുകാലി എറിയോ? എഴുന്നേക്ക്. നല്ല ബൗൺസിങ് ഉണ്ട്. പോം പോം പോം. എടാ എഴുന്നേക്കടാ കൊച്ച്. തല ഇടിക്കരുതേ. അയ്യോ വേണം. നോക്ക് നോക്ക് നോക്ക. അയ്യോ ആടാ കാട്ടുന്നത്. മുണ്ടെന്താണ് ഇങ്ങനെ കാണിക്കുന്നത്? അയ്യോ എടേ അതിന് വയ്യടാ. നടക്കണം. എടാ എന്തൊക്കെയാ അതിനെ ചെയ്യുന്ന കുഞ്ഞാറ്റെ? മാറ. ഇതെന്റെ അമ്മയാ. എടാ വേണ്ടടാ, അതിന് പറ്റില്ല കുഞ്ഞാറ്റെ. അമ്മ പോര്. ഞാൻ പോവാ, അമ്പലത്തിൽ പോണേ. ഞാൻ പോവാണേ. ഗായ്സ് നമുക്ക് ഭജനയ്ക്ക് പോകാനുള്ളതാണ്. എന്നിട്ടാണ് ഞാൻ ഉടായ്പ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സമയം 5:30 5:30 5:30 ഇനിയിപ്പോ ഓർഡർ ഔട്ടായിരിക്കും. വേഗം പോവാ. ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. ഓർക്കം പോയോ? കയ്യിലാരോ എന്തോ തന്നില്ലേ, അതിങ്ങനെ കളയാൻ പാടില്ല. മണത്തോക്കരെ നല്ല കസ്തൂരി മഞ്ഞ മണല്ല. എടുത്തോ. ഇത് മമ്മയ്ക്ക്. അയ്യോ തേങ്ങ വീട് മറയടിച്ചു. എവിടെ നോക്കിക്കോണ്ട് എഴുന്നേക്കുന്ന പൊട്ടനൊക്കെ. ഞാൻ എന്റെ ദൈവമേ, നോക്ക്, ഞാൻ ഇവിടെ നിന്നല്ലേ ഉള്ളു. നോക്ക് എന്നെ കൊണ്ട് കണ്ടോ തലയൊന്നും അടിച്ചില്ലേ? ഒച്ച കേൾപ്പിച്ചിട്ട് അഭിനയിച്ചാണ്. ശരിപ്പിട്. ഞാൻ എന്തായിന്ന് അറിയോ? തലയിലെ കളിമണ്ണ് കുഴച്ചത്. നല്ല കസ്തൂരി മണം. അമ്മത് പിടിക്കുമ്പോ ഞാനിത് എന്തെങ്കിലും ഒരു ഷേപ്പിലുണ്ടാക്കി ഇവിടെ വെക്കട്ടെ. അതായത് ഇനി വരുമ്പോ നമുക്ക് നോക്കാം. പന്നി എടുത്ത് കളയോ, എന്താ കിളിക്കൂടും മുട്ടയാക്കി വെക്കാം. മരത്തിൽ തന്നെ വെക്കാട്ടോ. നമുക്ക് നോക്കാം. വല്ല കിളിയും വന്ന് ഇതിൻ്റെ ഉള്ളിൽ മുട്ടയിട്ടല്ലോ ചിലപ്പം അല്ലേ? എന്താ എൻ്റെ കിളിക്കൂടിന് ഇത്ര കളിയാക്കാൻ നിങ്ങൾ? ഇത് നമ്മുടെ കിളിക്കൂടാണേ. കിളിക്കൂട് ഇപ്പോൾ ഒരു കൊള അല്ല, നമുക്കൊരു കൂടം ഉണ്ടാക്കണം അത് കേട്ടോ. എനിക്കെല്ലാം അറിയാം ഉണ്ടാക്കാൻ. മനസ്സിലാവുന്നുണ്ട്. അതെ, മനസ്സിലാവണം. ഇച്ചിരി വെള്ളമില്ലല്ലോ, ഇച്ചിരി തുപ്പട്ടെ. എന്നാ പിന്നെ നിറയ്ക്കോളം. ഇതെന്ത് കൊളാ ഇതായത്? നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ അടച്ചു വെക്കാം. അടപ്പാണ് കഴിച്ചുണ്ടാക്കി. മരത്തിനൊരു ആവരണമാണ് കഴിച്ച് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അയ്യേ, ഞാൻ കിളിക്കൂടെന്നൊക്കെ നിങ്ങളെന്താ പറഞ്ഞോ? ഇല്ല, അത് ഇനി ഉണ്ടാക്കാട്ടോ. ഇത് എനിക്കെല്ലാം അറിയാം. അടപ്പാണ് നമ്മളെ അടപ്പ് വെച്ച് കൊടുത്തിട്ട്. ഇനി മരത്തിനൊന്നും പറ്റില്ല. കസ്തൂരിയും മണ്ണടപ്പ് നമ്മള് മരത്തിനുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. വാവുണ്ട് കാണാൻ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? നല്ല ഒന്നാം തരം നല്ല സൂപ്പർ കൂല്. അല്ല, എൻ്റെ കയ്യിൽ നടക്കും മഞ്ഞ കളറും ചെളി കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഹായ് ഉണ്ടോ? അധികം അടിച്ചത് നിലത്തടി ഇടണ്ട, ഒട്ടിയിരുന്നോട്ടെ. ഓക്കെ, ഇത് കണ്ടോ? ആർക്കെങ്കിലും അറിയാം ഇങ്ങനെ അടപ്പുണ്ടാക്കാൻ? ഉണ്ടോ? നല്ല അടപ്പുണ്ടാക്കി ഞാൻ. നോക്ക്, ആണോ? മോസ്റ്റ് അടപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് കെട്ടും കെട്ടി വീട്ടിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ഗായ്സ്. ക്യാപ്ഷനില്ലാതെ മനസ്സിലാവില്ല അല്ലേ? എനിക്കറിയാം. എടുക്കണേ അങ്ങനെ നമുക്ക് ഇതും ഇതാക്കിയിട്ട് എടുത്തിട്ട് പോവാം. മമ്മക്കിപ്പോ പിടിച്ചിട്ടാണ്. അല്ലേ എന്റെ തല ഇടിച്ച പോലെ ഇരിക്കട്ടെ. ആ, ഇത് മോസ്റ്റ് വെയിറ്റ് ഉണ്ട് മമ്മ. ഇനി വരുമ്പോ ഒരു കൊട്ടയും കൂടി എടുക്കാട്ടോ. ഇനി വരുമ്പോഴല്ലേ, ഇനി വരുമ്പോ മഞ്ഞളില്ലല്ലോ. അവിടെ കൂടി ഇച്ചിരി ഉണ്ട്. അത് ഇനി വരുമ്പോ നമ്മള് വാക്കത്തി കണ്ടോ? ക്യാമറാമാനായോ? ചിലരൊക്കെ മുങ്ങിട്ടുണ്ട് മമ്മേ. ഇതിപ്പോ എല്ലാം ഞാൻ തന്നെ എടുക്കാം അല്ലേ? വാക്കത്തി വാട്ടിന്റെ അടുത്തേക്ക് കൊടുക്കോ? വേണ്ട, വിചാരിച്ച് പിടിച്ചോളാന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. കയ്യില് ഫോണുണ്ട്. അയ്യോ, തുമ്മയും കൊണ്ട് പടി കിട്ടും.
ഓക്കെ അപ്പൊ ഇതുണ്ടോ ബൈ ബൈ ടാറ്റ സി യു. അതോ ഈ കൊച്ചെന്റെ കണ്ണിലിട്ടു. അമ്മേ ദേ കൊറേ കിട്ടുന്നു കസ്തൂരി മഞ്ഞളെ. നാളെ പറിക്കാന്ന് നടക്ക്. നാളെ പറിക്കാനാ? ഓണത്തിന്റെ ഇടയ്ക്ക് പുട്ടേ സമയം 5:30 ആയിന്ന്. ഓടാനുള്ളതാ കുഞ്ഞാറ്റി. അത് നാളെ പറിക്കാന്ന് പറഞ്ഞല്ലേ. ഞാൻ എന്റെ വഴിക്ക് പോട്ടെ കേട്ടോ. ടാറ്റ. കൊച്ചു നോക്കുമ്പോ പറിച്ചോണ്ട് നിക്കുന്നേ. അത് കയ്യിലങ്ങ് എടുത്തോ. ഒന്ന് വരൂ. വിഴുങ്ങിക്കോ. ഈ കൊച്ചിനിപ്പം ഇതിന്റെ എല്ലാ ആവശ്യവും ഉണ്ടോ? അത് കിട്ടിയില്ല. തുമ്പ വെച്ചപ്പോ എനിക്കിട്ടും തരും. അതാ ക്യാമറക്കെട്ടാണ് തട്ട് കിട്ടിയത്. ഈ കാട്ടിക്കൂടെ പോണല്ലോ. അമ്മേ ഓണത്തിന്റെ ഇടയ്ക്ക് പുട്ടിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആക്കി. അത് മമ്മ എങ്ങനെയാ കഴിച്ചു പുറത്തിറങ്ങാൻ നിൽക്കുന്നതിന്റെ സമയത്താണ്. അതെ ഇല്ലാത്ത കാര്യം അമ്മേനെ ഉണ്ടാക്കി പറഞ്ഞിട്ടാ. കിടക്കാൻ നല്ല സുഖമാണ്. കേറി വരുന്നുണ്ടോ നമ്മുടെ പറമ്പിൽ? അത് കിടക്കുമ്പോ വീണം. ആസ്വദിച്ച് തേങ്ങയും കൂടെ വീണോ ഏറ്റി? കിടക്കണം. കേറി വാ കൊച്ചേ. ഞാൻ എങ്ങനെ വരും? കാലും കൊണ്ട് വരൂ. പിളിഞ്ഞോണ്ടിരുന്നു കേട്ടോ അവിടെ. കുത്തി കേറിയിട്ട് 2 ബാക്കിൽ. അങ്ങനെ തന്നെ വേണം. ഒരിക്കലും പൊട്ടാത്ത ചെരുപ്പാ. പൊട്ടിയില്ലല്ലോ. ആ ഇല്ല, അതല്ലേ പറഞ്ഞത് ഒരിക്കലും പൊട്ടാത്തതാന്ന്. അവിടെ കിടന്ന് ഉറങ്ങിട്ട് തന്നെ എന്തോ കടിച്ചു. കുത്തി കേറി നല്ലത്. എന്താ പ്രശ്നം? പണ്ട് പിള്ളേർക്ക് നല്ല തല്ല അവിടെ കിട്ടിക്കഴിയുമ്പോ ഇങ്ങനെ അത് പിടിക്കുന്ന മോസ്റ്റാണ്. എന്റെ ക്ലാസ്സിലൊക്കെ മോസ്റ്റായി പിടിക്കായിരുന്നു. എനിക്കിട്ട് കിട്ടിയിട്ടില്ല. പിടിക്കാറുണ്ടെന്ന് പറഞ്ഞോളേ. ഞാൻ കാണാറുണ്ട്. നമുക്ക് വിഷമവും സങ്കടവും കരച്ചിലും ചിരിയും വരും. അവര് കാണിക്കുന്ന കാണുമ്പോ ചിരി വരും. തല്ലുന്ന കാണുമ്പോ വിഷമം വരില്ലേ? അതാ ക്യാമറക്ക് 8% ഉള്ളൂ. 8%? 8%. ഓക്കേ ഗായ്സ്, അപ്പൊ നമ്മള് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നമ്മള് ക്രിസ്മസ് വ്ലോഗ് ഒക്കെ ആയിട്ട് ഓൺ ദ വേ വരൂ കേട്ടോ. ടാറ്റാ. പോയി കുറച്ചുകൂടി കൂടുതൽ വഴക്ക് കേട്ടിട്ട് വരാം കേട്ടോ. ശരി.